ഹലോ കൂട്ടുകാരെ, സാന്ത്വനം ടുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്തെന്ന് നോക്കാം. അങ്ങനെ ഉദയഭാനു വീട്ടിലോട്ട് വളരെ വിഷമത്തിൽ കയറി വരികയാണ്. എന്നിട്ട് വന്ന് ടേബിൾ മേലിരിക്കുന്ന ജഗ്ഗിന്ന് വെള്ളം ഒഴിച്ച് കുടിക്കുകയാണ്. അപ്പോൾ ശ്രീകല വന്ന് ചോദിക്കും, എന്താ ഉദയേട്ട ഒരു പരവേശം പോലെ? ഓ, അതൊന്നുമില്ല മോളെ, കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഒരു 35,000 രൂപ പോയി. ഒരു അരമണിക്കൂർ മുന്നേ പോയിരുന്നെങ്കിൽ എനിക്ക് ആ 35,000 രൂപ കിട്ടുമായിരുന്നു എന്ന്. അപ്പോൾ ശ്രീകല ചോദിക്കും, 35,000 രൂപയോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തായ മനുഷ്യ? നമുക്കാരാ 35,000 രൂപ തരാനുള്ളത്? ഓ, അതൊന്നും നീ അറിയണ്ട, ഒരു 35,000 രൂപ കയ്യിൻ്റെ മുന്നിൽ നിന്ന് പോയി, ആ വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്നും. അപ്പോൾ ശ്രീകല ചോദിക്കും, അതിന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പൈസ കൊണ്ടുവരണ്ടല്ലോ, ഇത് എവിടെ നിന്നാണ് ശരിക്കും കിട്ടുന്നത്? നമുക്കാരും പൈസ തരാനില്ല, നമ്മളാണെങ്കിൽ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട്, പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ പൈസ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉദയഭാനു പറയണത്, നീ പൈസ എവിടെ നിന്ന് വരുന്നു എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട, അതെങ്ങനെ ചിലവാക്കണോ എന്നാലോചിച്ച് വിഷമിച്ചാൽ മതിയെന്ന്. അപ്പോൾ ശ്രീകലയ്ക്ക് ഒരു സംശയം തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങേർക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് ചോദിക്കുകയും ചെയ്യും. ഉദയേട്ടൻ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, എന്നോട് എന്തായാലും സത്യം തുറന്നു പറയുന്നു. അപ്പോൾ ഉദയഭാനു പറയും, അതൊന്നും നീ അറിയണ്ട എന്ന് പറഞ്ഞ് ഹൈഡ് ചെയ്യാണ്. അങ്ങനെ അത് അവിടെ അവസാനിക്കും. പിന്നെ നമ്മുടെ സാന്ത്വനം വീടാണ്. സാന്ത്വനം വീട്ടിൽ എല്ലാവരും കൂടി ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നുണ്ട്. ഗോമതി പച്ചക്കറി അരിയുന്നുണ്ട്, ചിലർ ഫോണിൽ കളിക്കുന്നുണ്ട്, അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ദേവിയാണെങ്കിൽ പൈസ കണക്കാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പൈസയുടെ കെട്ടിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മീൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇന്നത്തെ കണക്കും ശരിയായോ അതോ തെറ്റിച്ചോ എന്ന്. അപ്പോൾ ദേവി പറയും, ഇന്നത്തെ കണക്കും പൈസയൊക്കെ ശരിയാണ്, ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ ഇടം കണ്ടിട്ട് നമ്മുടെ ആനന്ദ് നോക്കുന്നുണ്ട്, അവൾ ചെയ്യുന്നത് കറക്റ്റാണോ. കാരണം ആനന്ദിന് ദേവിയെ സംശയമുണ്ടല്ലോ, അവളാണ് പൈസ എടുക്കുന്നത് എന്ന്. അങ്ങനെ ബാലൻ വരും. ബാലൻ വന്നു കഴിഞ്ഞാൽ ദേവി കൊണ്ടുപോയിട്ട് കണക്ക് ഏൽപ്പിച്ചിട്ട് പറയും, അച്ഛാ ഇതാണ് ഇന്നത്തെ കണക്കും പൈസയും എല്ലാം കൃത്യമാണ് എന്ന്. ബാലൻ അതെടുത്ത് മെല്ലെ ഇങ്ങനെ കണക്ക് കൂട്ടാനിരിക്കുകയാണ്. അപ്പോൾ കണക്ക് കൂട്ടാനിരിക്കുമ്പോൾ നമ്മുടെ ബാലൻ ഒരു കാര്യം കൂടി പറയും, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, വേറെ ഒന്നുമല്ല, കൃഷ്ണമംഗലംകാർ വെറുതെ ഇരിക്കും നമുക്ക് തോന്നുന്നില്ല, അവരടങ്ങിയിരിക്കാൻ വഴിയില്ല, ലോകം പ്രത്യേകിച്ച് ഇങ്ങനെ ജയിലായ കാരണം എന്ന്. അപ്പോൾ അനുവിനും നല്ല ടെൻഷൻ വരികയാണ്. അപ്പോൾ ആര്യൻ പറയും, നീ എന്തിനാ അങ്ങനെ വിഷമിക്കണം, നിൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ എന്ന്. അപ്പോൾ ഗോമതിക്കുള്ള ഭയം എന്തെന്ന് വെച്ചാൽ, ആര്യൻ ഡെലിവറി ചെയ്യാനല്ലേ പോകണം, ഡെലിവറി ബോയ് അല്ലേ, അപ്പോൾ അങ്ങനെ വണ്ടിയായിട്ട് കുറേ സ്ഥലം പോകുന്നതല്ലേ, അപ്പോൾ നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണട്ടാ മോനെ എന്ന് പറയുകയാണ് ഗോമതി ആര്യൻ്റെ അടുത്ത്. അപ്പോൾ ആര്യൻ പറയും, അമ്മ വിഷമിക്കണ്ട, ഞാൻ വേണ്ട പോലെ എന്താ വെച്ചാൽ ചെയ്തോളാം എന്നും. പിന്നെ ആ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയും, ഇനി അധിക കാലം ഞാൻ ഡെലിവറി ചെയ്യാൻ നിൽക്കില്ല, ഞാൻ വേറൊരു കാര്യം നോക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല ആ ട്രാവൽ ഏജൻസിയുടെ കാര്യം, അത് ഞാൻ വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ ആകാശ് ചോദിക്കും, ട്രാവൽ ഏജൻസിക്ക് ഉള്ള ലോൺ ശരിയായോ, നീ എന്താ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ലോണൊന്നും ശരിയായിട്ടില്ല, എന്നാലും ഞാൻ വേറെ വഴിക്കൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് ആര്യൻ പറയും. അപ്പോൾ ആകാശ് പറയും, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനിപ്പോൾ MLA ആണ്, ഞാൻ വേണമെങ്കിൽ അവനെക്കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാം, അവനെക്കൊണ്ട് റെക്കമെൻഡ് ചെയ്ത് ചിലപ്പോൾ അവൻ ഹെൽപ്പ് ചെയ്യുമായിരിക്കുമെന്ന്. അപ്പോൾ ബാലൻ പറഞ്ഞു, അതൊന്നും വേണ്ട, കണ്ടവരുടെ റെക്കമെൻഡേഷനിലൊന്നും പൈസ കിട്ടില്ല, പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പഠിക്കാൻ വിട്ടപ്പോൾ മര്യാദയ്ക്ക് പഠിച്ചില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ അവന് ഈ ഒരു ജോലിയൊക്കെ ചെയ്യേണ്ടി വന്നത്, ഒരു കാലത്തും ഒരു ഗതിയും പിടിക്കാതെ തട്ടിമുട്ടി ഇങ്ങനെ ജീവിക്കാനാണല്ലോ അവൻ്റെ ഉദ്ദേശം എന്ന്. അപ്പോൾ ആര്യൻ പറയും, ഞാൻ ആഗ്രഹിച്ച കോഴ്സിന് എന്നെ വിട്ടില്ലല്ലോ, എന്നിട്ട് അച്ഛൻ ആഗ്രഹിച്ച കോഴ്സിനല്ലേ എന്നെ വിട്ടത് എന്ന്. അപ്പോൾ ബാലൻ ചോദിക്കും, അതിന് നീ ആഗ്രഹിച്ച കോഴ്സ് എന്താ, നീ എന്താ ആഗ്രഹിച്ചത് എന്നൊക്കെ ചോദിച്ച് ബാലനും തിരിച്ചു ചൂടാവുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും മകനും സംസാരിക്കണം. അപ്പോൾ ഗോമതി പറയും, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ സംസാരം ഒന്ന് നിർത്തൂ എന്ന് പറഞ്ഞിട്ട് ഒരുവിധം അവരെ പിരിച്ചു വിടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മുടെ ആകാശും മീനും കൂടി സംസാരിക്കുന്നുണ്ട്. അവർ ബെഡ്റൂമിൽ നിന്നിട്ട് ആകാശ് പറയാണ്, മീനു ഇന്ന് അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാരണം ആര്യനോട് ഒരിക്കൽ പോലും അച്ഛൻ ചോദിച്ചിട്ടില്ല ആര്യ നിനക്ക് എന്താവണമെന്ന്. എന്നിട്ട് അവൻ്റെ ഇഷ്ടത്തിന് ഇപ്പോൾ അതൊരു അധ്വാനിച്ച് ജീവിക്കാൻ നോക്കുമ്പോൾ അച്ഛൻ അതിന് ഇടങ്കോലിടുന്നു. അവൻ ബാങ്ക് കുത്തി തുറക്കാനോ മോഷ്ടിക്കാനോ ഒന്നുമല്ല പോണത്, അവൻ നല്ലൊരു തൊഴിൽ കണ്ടെത്തി അതിലൂടെ ജീവിക്കാനാണ് അവൻ പോണത്. എന്നിട്ട് അപ്പം അച്ഛൻ ഈ ഇടങ്കോലിട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ സ്വരം കളയുന്നത് എന്ന് ചോദിക്കാൻ ആകാശം. അപ്പം മീന് പറയും, ആകാശ് ഇത് വിട്ടേക്ക്, അച്ഛൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണതല്ലേ എന്ന്. അപ്പോൾ ആകാശ് പറയുകയാണ്, ഞങ്ങളെല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, അച്ഛൻ ഓരോ സ്വപ്നങ്ങളുണ്ട്, ആദ്യം ആര്യനെ കളക്ടറാക്കണം എന്നായിരുന്നു, അതായില്ല, പിന്നെ അനുവിനെ കളക്ടറാക്കണം എന്നായിരുന്നു, അതും ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ അച്ഛൻ്റേതായ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ മക്കളുടെ കേസിൽ മക്കളോട് എന്താണ് നിനക്ക് എന്താവണമെന്ന് അച്ചൊരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ മീനും ഇങ്ങനെ കളിയാക്കി ചോദിക്കും ആകാശിൻ്റെ അടുത്ത്, അല്ല ആകാശേ, എല്ലാവരെ കുറിച്ചിട്ടും അച്ഛന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നിന്നെക്കുറിച്ച് മാത്രം ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ലേ എന്ന്. അപ്പോൾ ആകാശ് പറയും, ആ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, അതെന്താ സംഗതി എന്നറിയോ, ഞാൻ ആഗ്രഹിച്ചത് മെക്കാനിക്കലായിരുന്നു, അല്ല കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, അച്ഛനാണെങ്കിൽ എന്നെ മെക്കാനിക്കലിന് കൊണ്ടുപോയി ചേർത്തു, അതാണ് ഉണ്ടായത്. ഓ, അത് കാരണമാണോ നീ എവിടെ
എത്താഞ്ഞത്? പിന്നല്ലാണ്ട് +2 എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നെ പിടിച്ച് മെക്കാനിക്കലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെ പഠിക്കും? ഇഷ്ടമുള്ളത് ചെയ്യിപ്പിക്കാണ്ട് അച്ഛനും ഇഷ്ടമുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് നന്നാവുക? അതോടെ എൻ്റെ മാർക്ക് കുറഞ്ഞു, ഉഴപ്പി ഞാൻ. എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല പഠിക്കാൻ. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആകാശം ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ മീനു ഉള്ളിൻ്റെ ഉള്ളിൽ ഊറി ഊറി ചിരിക്കുന്നുണ്ട്. പിന്നെ മീനു ഒരു കാര്യം കൂടി പറയും. ആകാശം, ഞാൻ കുറച്ച് ദിവസമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുന്നു. നമ്മുടെ ആനന്ദേട്ടനും ദേവി ചേച്ചിയും തമ്മിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ, അവർ തമ്മിൽ എന്തോ ഒരു അകൽച്ച എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആകാശ്, ഏയ് നിനക്ക് തോന്നിയതായിരിക്കും, അവർ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവർ നല്ല ഹാപ്പി ആയിട്ടാണല്ലേ കഴിയുന്നത്. അതല്ല ആകാശേ, എനിക്ക് എന്താ സംശയം എന്ന് വെച്ചാൽ ദേവിയേട്ടത്തിനായിട്ട് ആനന്ദേട്ടൻ ഒരു അകൽച്ചുള്ള കാരണം ആ കുഞ്ഞ് പോയതിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ കുഞ്ഞ് പോയതിന് ഇപ്പോഴും കാരണക്കാരി ദേവിയേട്ടത്തെയാണെന്നാണ് ആനന്ദേട്ടൻ്റെ വിചാരം എന്ന് തോന്നുന്നു. ആ സത്യം ഇനി നമ്മൾ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ആനന്ദേട്ടൻ്റെ കയ്യിൽ നിന്ന് മറച്ചു പിടിക്കുക? നമുക്കത് തീർച്ചയായും പറയേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന്. അപ്പോൾ ആകാശ് പറയും, അയ്യോ ആനന്ദേട്ടൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ മനസ്സിൽ വെച്ച് നടക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ ഈ അവസ്ഥയിലും കൂടി അലോക് കാരനാണ് ഈ കുട്ടിയും കൂടി പോയതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് ആലോചിച്ചും ചിന്തിച്ചിട്ടും പറയേണ്ട ഒരു കാര്യമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അവരോട് സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം നമ്മുടെ ഗോമതിയും അനുവും കൂടി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അയൽപ്പക്കത്തുള്ള 2 സ്ത്രീകൾ ഇവരെ വിളിക്കും. അപ്പോൾ ഗോമതി പറയും, അനു അവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഒരു ചെവിയിൽ കൂടെ കേട്ടിട്ട് മറ്റു ചെവിയിൽ കൂടെ അത് കളഞ്ഞേക്കുന്നത്. അപ്പോൾ അനു ആദ്യം തല കുലുക്കി കേൾക്കും. പിന്നെ ഈ 2 സ്ത്രീകൾ ഇവരുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കും, അനുമോളെ സുഖമല്ലേ? അലോകിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്നാലും നീ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടതില്ല, അത് ഇത്തിരി കടുപ്പമായിപ്പോയി. പിന്നെ നിൻ്റെ വീഡിയോ അലോകിൻ്റെ കയ്യിലുള്ളത് കാരണമാണ് നീ അലോകിനെ വിവാഹം കഴിച്ചതെന്നൊക്കെയാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് എന്ന് പറയും. അപ്പോൾ ഗോമതി ചൂടാവും അവരുടെ അടുത്ത്. ഗോമതി പറയും, നിങ്ങൾക്ക് ഒത്തിരി മനസാക്ഷിയില്ലേ? ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കും പെൺകുട്ടികളുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ച് ഗോമതി ചൂടാവുകയാണ്. അപ്പോൾ ആ 2 സ്ത്രീകൾ ഇങ്ങനെയാണ് മറുപടി പറയുന്നത്, ഇത് ഞങ്ങൾ പറയുന്നതല്ല ഗോമതി ചേച്ചി, നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞങ്ങൾക്ക് പനുവിനെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്താ കാര്യം എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ധർമ്മൻ ഇത് കേട്ടപ്പോൾ ധർമ്മന് മനസ്സിലായി ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണെന്ന്. അപ്പോൾ ധർമ്മ വന്ന് ആ 2 ചേച്ചിമാരെ ചീത്ത പറയും. എന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാണ് ഈ കുട്ടീനെ വിഷമിപ്പിക്കുന്നത്? ഈ കുട്ടി അവളെ വിഷമിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പുണ്യം കിട്ടാനാണെന്ന് പറഞ്ഞ് ധർമ്മൻ ആ 2 സ്ത്രീകളെ ഒരുപാട് ചീത്ത പറയും. എന്നിട്ട് അതിൽ ഒരാളോട് പറയും, നിങ്ങളുടെ അനിയത്തി പണ്ട് ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയതിൻ്റെ ഒരു വീഡിയോ ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെ ഫോണിലുണ്ടായിരുന്നു, ആദ്യം അവരെ പോയി തിരുത്തുക, എന്നിട്ടും മതി നാട്ടിലുള്ള സ്ത്രീകളെ തിരുത്തുന്നത്, നാട്ടിലുള്ള പെൺകുട്ടികളെ തിരുത്തുന്നത് എന്ന് പറഞ്ഞ് ധർമ്മൻ അവർക്ക് വേണ്ടത് കണക്കിൽ കൊടുക്കും. അപ്പോൾ അവരൊന്നും മിണ്ടാതെ വേഗം അവിടുത്തെ രക്ഷപ്പെടും ഈ ചേച്ചിമാർ. അത് കഴിഞ്ഞതിന് ശേഷം ഗോമതി പറയാണ്, ധർമ്മ ഞാൻ നിന്നോട് പറഞ്ഞത് തെറ്റായിപ്പോയി, നീ ഒന്ന് തിരിച്ചു വാടാ, എനിക്ക് പറ്റുന്നില്ലടാ, നിങ്ങൾ പോയതിനു ശേഷം ആ വീട്ടിലൊരു സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ല, നീ ഒന്ന് തിരിച്ചു വാടാ, നിൻ്റെ ചേച്ചിയല്ലേ പറയണത്, നിൻ്റെ ചേച്ചിയുടെ സ്വഭാവം നിനക്ക് അറിയുന്നതല്ലേ, വായി തോന്നിയത് അപ്പം പറയുന്നേ ഉള്ളൂ, അല്ലാണ്ട് എൻ്റെ മനസ്സിലൊന്നുമില്ല എന്ന് നിനക്ക് അറിയുന്നതല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ ധർമ്മം പറയും, അതൊന്നും വേണ്ട ചേച്ചി, എന്ത് പറഞ്ഞാലും മറ്റെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ 2 പേര് എന്നെ കള്ളനാക്കിയതിൻ്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന്. അപ്പം അനുക്കുട്ടിയും പറയും, മാമൻ തിരിച്ചു വാ, എന്നെ ഓർത്തിട്ടെങ്കിലും മാമനൊന്ന് തിരിച്ചു വരും, മാമനില്ലാണ്ട് ആ വീട്ടിലൊരു രസവുമില്ല, പ്ലീസ് എന്ന് പറയുകയാണ്. പക്ഷെ അതൊന്നും കേൾക്കാൻ ധർമ്മൻ കൂട്ടാക്കുന്നില്ല. ധർമ്മൻ അവരോട് പിന്നെ ഒന്നും മിണ്ടാതെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ധർമ്മനെ നോക്കി നിന്ന് വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ഗോമതിയും അനുവും. അപ്പോൾ ഗോമതി പറയും, എന്നിട്ട് അനുവിനോട് പറയും, നമ്മളുടെ ഭാഗത്തു നിന്ന് വലിയൊരു തെറ്റ് പറ്റിപ്പോയി, അവൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി കൂടുതൽ നേരത്തെ ഈ സാന്ത്വനത്തിൻ്റെ കഥ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും.